വിനയത്തിൻ്റെയും സൗമ്യതയുടെയും മൂല്യം. ക്രിസ്തീയ ജീവിതത്തിൽ വിനയത്തിനും സൗമ്യതയ്ക്കും അതീവ പ്രാധാന്യമുണ്ട്. ഈ ഗുണങ്ങൾ ദൈവവുമായുള്ള ആഴമേറിയ ബന്ധം സ്ഥാപിക്കുവാൻ നമ്മെ സഹായിക്കുകയും മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. വിനയം എന്നത് സ്വയം താഴ്ത്തിക്കെട്ടുന്നതല്ല, ആത്മവിശ്വാസമില്ലായ്മയുമല്ല, മറിച്ച് നമ്മുടെ കഴിവുകളും നേട്ടങ്ങളും ദൈവത്തിൽ നിന്നുള്ളതാണ്, ദൈവത്തിൽ നിന്നുള്ള ദാനമാണെന്ന തിരിച്ചറിവാണ്. സൗമ്യതയാകട്ടെ ശക്തിയുണ്ടായിട്ടും അത് ശാന്തമായും സ്നേഹത്തോടെയും ഉപയോഗിക്കുവാനുള്ള കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. ബൈബിളിൽ ഉടനീളം വിനയത്തെക്കുറിച്ചും സൗമ്യതയെക്കുറിച്ചും എടുത്തു പറയുന്ന വാക്യങ്ങളുണ്ട്. മനുഷ്യ, നല്ലതെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതാൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? മീഖയുടെ പുസ്തകം 6:8. യേശുക്രിസ്തു തന്നെ വിനയത്തിൻ്റെയും സൗമ്യതയുടെയും ഉത്തമ മാതൃകയായിരുന്നു. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. മത്തായി സുവിശേഷം 11:29 വാക്യത്തിൽ യേശു നമ്മെ പഠിപ്പിച്ചു. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്ന് ലൂക്കോസ് സുവിശേഷം 14:11 വാക്യത്തിൽ നാം വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വിനയവും സൗമ്യതയും വളർത്തിയെടുക്കുന്നത് അഹങ്കാരത്തെയും സ്വാർത്ഥതയും അതിജീവിക്കുവാൻ നമ്മെ സഹായിക്കും. ഇത് മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാനും അവരുടെ ഗുണങ്ങൾ തിരിച്ചറിയുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നു. വിനയവും സൗമ്യതയുമുള്ള ഒരു ഹൃദയം ദൈവത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും പാത്രമാകുന്നു. ക്രിസ്തുവിനെ പോലെ വിനയവും സൗമ്യതയും ഉള്ളവരായി ജീവിപ്പാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിന് മഹത്വം നൽകുകയും മറ്റുള്ളവർക്ക് നാം ഒരു പ്രകാശം ആയിത്തീരുകയും ചെയ്യും. ഗോഡ് ബ്ലസ് യു.